ഭിന്നത കൺവീനറെ തള്ളി കുഞ്ഞാലിക്കുട്ടി UDF-ൽ ചർച്ച നടന്നിട്ടില്ലെന്ന് പ്രതികരണം. കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് പറഞ്ഞ സാഹചര്യത്തിൽ വിഷയം വീണ്ടും ചർച്ച ചെയ്യുമെന്ന് മന്ത്രി റോജി എം ജോൺ. കാപ്പ കേസ് പ്രതി ആർ സുഗതൻ 6 മാസം അവധി അനുവദിക്കാൻ കാരണമായ സർക്കുലറിൽ വെട്ടിലായി സംസ്ഥാന സർക്കാർ. അവധി നൽകിയത് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ പ്രകാരമെന്ന് മേയർ. സർക്കുലറിനെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രി. UDF BJP ബന്ധവത്തിന്റെ തെളിവെന്ന് KN ബാലഗോപാൽ. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്. കനത്ത മഴയ്ക്ക് സാധ്യത. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. മുത്തങ്ങയിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദൻ അടക്കം 56 പ്രതികളെയും വെറുതെ വിട്ടു. 2ാം പ്രതി മാത്രം കുറ്റക്കാരൻ. കേസിന്റെ നടത്തിപ്പിൽ തൃപ്തരല്ലെന്ന് കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബം. മരിച്ച ജോഗിക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ലെന്ന് CK ജാൻ. ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട ആഭ്യന്തരമന്ത്രി. പ്രീ റോൾ കോൺ വിൽപ്പനയിൽ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പിന്മാറണമെന്ന് രമേശ് ചെന്നിത്തല. ലഹരി വ്യാപാരത്തിൽ ഡെലിവറി ബോയ്കളെ മറയാക്കരുതെന്നും ചെന്നിത്തല. ന്യൂസ് 18 ഇംപാക്ട്. വടകരയിൽ അധ്യാപകർ അടക്കം പ്രതികളായ ലഹരി കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. പിന്നിൽ സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ബാബു. ഷിൻഡോയുടെ അക്കൌണ്ടിലേക്ക് എത്തിയത് കോടികൾ. കാവേരിയിൽ തിളച്ചുമറിഞ്ഞ് കർണാടകയും തമിഴ്നാടും. ഓഗസ്റ്റ് 13-ന് കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്ത കന്നഡിക സംഘടനകൾ. വിജയിയെ തടയുമെന്ന് പ്രതിഷേധക്കാർ. 3-ാം തീയതിയിലെ മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച മാറ്റിവെച്ചു. ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് കർണാടക. ഗാസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ്. പൂർണ്ണമായും നിരായുധീകരണത്തിന് സമ്മതിച്ചു. പ്രതികരിക്കാതെ ഇസ്രയേൽ. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പലസ്തീനെ കൊണ്ടുവരുമെന്ന് ട്രംപ്.